കോൺഗ്രസ് നേതാക്കളുടെ കോഴ ഇടപാടിൽ കുരുങ്ങി ജീവനൊടുക്കിയ വയനാട് DCC ട്രഷറർ NM വിജയന്റെ കുടുംബത്തെ പൂർണ്ണമായും അവഗണിച്ച് വയനാട്ടിലെത്തിയ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കുടുംബാംഗങ്ങളെ ഒന്ന് കാണാനോ പ്രശ്നം പരിഹരിക്കാനോ അദ്ദേഹം തയ്യാറല്ല. കുടുംബത്തിന്റെ ബാധ്യത തീർക്കാൻ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി തന്നെ. KPCC പ്രസിഡന്റായി നിയമിതനായ ശേഷം DCC ഓഫീസിലെത്തിയ സ്വീകരണത്തിന് എത്തിയപ്പോഴായിരുന്നു ഈ പ്രതികരണം. വിഷയം പഠിക്കാൻ KPCC നിയോഗിച്ച അന്വേഷണ സമിതി അംഗമായിരുന്ന സണ്ണി ജോസഫ് മുമ്പ് കുടുംബത്തെ സന്ദർശിച്ച് ബാധ്യത ഏറ്റെടുക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ജില്ലയിലെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശനും കുടുംബത്തെ ഒന്ന് കാണാൻ പോലും തയ്യാറായിരുന്നില്ല. ബാധ്യത താങ്ങാനാകാതെ തങ്ങളും ആത്മഹത്യയുടെ വക്കീലാണ് എന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വിജയന്റെ മൂത്ത മകൻ വിജേഷും ഭാര്യ പത്മജയും തുറന്നടിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി MP ജില്ലയിലെത്തിയപ്പോഴും കുടുംബത്തെ ഒന്ന് കാണാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും കോൺഗ്രസ് അനുമതി നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം സുധാകരൻ കോൺഗ്രസിന് ഒരു തീരാ തലവേദനയായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സമുദായ സമവാക്യം കൊണ്ട് മാത്രം അടുത്ത തവണ കോൺഗ്രസിന് ഭരണം കിട്ടില്ല എന്നാണ് വർക്കിംഗ് കമ്മിറ്റി സ്ഥിരം ക്ഷണിതാവ് സുധാകരൻ തുറന്നടിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്ന പലരും പാർട്ടിയിലുണ്ട്. അവരുടെ ആഗ്രഹം അത്ര പെട്ടെന്ന് സഫലമാകുകയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയതിന് പിന്നിൽ പാർട്ടി നശിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ദുർമനസിന്റെ ഇടപെടലുകളാണ് ഉള്ളത്. പ്രതിപക്ഷ നേതാവിനെ മാറ്റണമെന്ന് ഞാൻ പറയില്ല. KPCC പ്രസിഡന്റിനെ മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ മാറ്റുന്നതാണ് കോൺഗ്രസിന്റെ ഒരു രീതി എന്ന് ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ സുധാകരൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യം രാഹുലും ഖാർഗെയും പറഞ്ഞിട്ടില്ലായിരുന്നു. അവരെ കണ്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മാറ്റുന്നതായി ഡൽഹിയിൽ നിന്ന് വിവരം കിട്ടുകയായിരുന്നു. അത് കേട്ടപ്പോൾ വളരെ വിഷമം തോന്നുകയായിരുന്നു. എന്നെ പാർട്ടിക്ക് വേണ്ട എങ്കിൽ വേണ്ട, മാറ്റിയത് എന്തിനാണ് എന്ന് നേതൃത്വം ഉത്തരം പറയുക തന്നെ വേണം. സണ്ണി ജോസഫിനെ പ്രസിഡന്റ് ആക്കിയതിന് പിന്നിൽ നേരെ ചൊവ്വയുള്ള ബുദ്ധിയല്ല. എന്നോടൊന്ന് പറയുകയും മാധ്യമങ്ങളോട് മറ്റൊന്ന് പറയുകയും ചെയ്യുന്ന AICC നേതൃത്വത്തോട് ഒട്ടി നിൽക്കുന്ന നേതാക്കളുണ്ട്. എനിക്ക് വയസ്സായി, അനാരോഗ്യമുണ്ട് എന്നാണ് ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിനോട് പറഞ്ഞതായി കേട്ടത്. എനിക്ക് അവരോട് ശത്രുതയില്ല. മറ്റാർക്കോ വേണ്ടിയാണ് ഈ നിർദ്ദേശം പോയത് എന്ന് മാത്രം പറയാം. ഇക്കാര്യം ഹൈക്കമാൻഡ് ഓഫീസിൽ നിന്ന് അറിഞ്ഞ കാര്യമാണ്. 2.5 വർഷം ട്രഷററെ വെക്കാൻ പോലും ഹൈക്കമാൻഡ് അനുമതി നൽകിയിട്ടില്ലായിരുന്നു. പ്രതീക്ഷിച്ച പോലെ സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ്. തനിക്കൊപ്പം കൃത്യമായി പണിയെടുക്കുന്ന ഫുൾ ടീം ഉണ്ടായിരുന്നില്ല. പുതുപ്പള്ളി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിലെ ക്രെഡിറ്റ് പലരും ഏറ്റെടുക്കുകയായിരുന്നുവെന്നും സുധാകരൻ തുറന്നു പറയുകയാണ്. മുരളീധരനും ഹൈക്കമാൻഡ് തീരുമാനത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്ന വ്യക്തി തന്നെയാണ്. സുധാകരൻ തുടരണമെന്നുള്ള ആഗ്രഹം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് വരെ തുടരണമെന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നത്. അത് അനുവദിക്കാമായിരുന്നുവെന്നും മുരളീധരൻ തുറന്നു പറയുകയാണ്.